പ്രിയപ്പെട്ടവർ, ഞാൻ ഈ ജ്യോതിഷത്തിലൊന്നും വിശ്വാസമുള്ള ഒരാളല്ല, എങ്കിലും എനിക്ക് ജാതകവുമില്ല. പക്ഷേ 21-ാമത്തെ എൻ്റെ വയസ്സിൽ വളരെ അക്കാഡമിക്കായിട്ടുള്ള ഒരാളെൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ നാൾ ചോദിച്ചു. കാർത്തികയാണ്, ജനനസമയമൊക്കെ ചോദിച്ചു. ആ പുള്ളി ഒന്ന് നോക്കിയിട്ട് ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല, പക്ഷേ ഈ നാളുകാരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും രക്ഷപ്പെടും. ഞാൻ കിഷോർ ഇതിൻ്റെ നോവല് പ്രസ് ക്ലബിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇൻട്രൊഡക്ടറി ടോക്ക് നടത്തണം, ഇതിനെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കിഷോർ, ദർ ആർ സോ മെനി ക്വാളിഫൈഡ് മെൻ അറൗണ്ട്, എന്തിനാ ഞാൻ? അപ്പം കിഷോർ പറഞ്ഞ, എൻ്റെ ആദ്യത്തെ നോവലിൽ ഒരുപാട് വലിയ കക്ഷികൾ വേണ്ട. അങ്ങനെയാണ് ഞാൻ വന്നത്. പക്ഷെ അന്ന് ഞാൻ ഭയങ്കരമായ കൺസ്ട്രെയിൻസിലായിരുന്നു. കിഷോർ എന്നെ നിയന്ത്രിച്ചു. ഇത് പറയരുത്, അത് പറയരുത്, നോവലിൻ്റെ അകത്ത് മിണ്ടരുത്, ഒന്നും പറയരുതെന്ന് ഞാൻ വളരെ നിയന്ത്രിച്ച്. മാത്രമല്ല, എന്നെക്കാട്ടി സെലിബ്രിറ്റീസ് അന്നുണ്ടായിരുന്നു, ഞാൻ വളരെ ക്വയറ്റായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ 2-3 കാര്യങ്ങളൊന്നും ഓർത്തെടുക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് 2-3 പേരുകൾ വന്നപ്പം അത് ലിങ്ക് ചെയ്ത് പോയി എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്ന ഏതൊരു നോവലും ഈ പ്രധാനമാവുന്ന വെൻ യു ലിങ്ക് ടു എ സ്റ്റാർ, ഒരു സാധാ ഒരു കൃതിയെ ഒരു നക്ഷത്രവുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യുമ്പോഴാണ് അതിന് പ്രാധാന്യം വരുന്നത്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചത്, അരുന്ധതി റോയുടെ ആൽജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത് ജോൺ ബർജറാണ്. ജോൺ ബർജറ നിങ്ങൾക്ക് പലർക്കും അറിയാം, വേസ് ഓഫ് സീയിങ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ പുസ്തകം എഴുതിയാണ്. അപ്പോൾ ആ ഫോർവേഡിനകത്ത് അദ്ദേഹം അരുന്ധതി റോയുടെ ഒരു ആർട്ടിക്കിൾ എഴുതി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും വലിയ പാട് എഴുതുമ്പോൾ it is to eliminate language, because only by eliminating you can bring the thought and language close. അല്ലെങ്കിൽ ഇതിനിടയിൽ ഓട്ടടയിൽ തേങ്ങ പോലെ ഭാഷയുടെ അജീർണം ഒരുപാട് കാണും. കിഷോറിൻ്റെ നോവലിന് അത് ചേർത്തില്ല. സോ ഞാൻ അന്ന് ഉപയോഗിച്ച ഒരു വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കാം. കിഷോറിൻ്റെ നോവലിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നു, ഇറ്റ് ഇസ് മിനിമലിസ്റ്റ്. കൊതിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്, പക്ഷെ കിഷോർ നിയന്ത്രിച്ചു. ഉദാഹരണത്തിന് ഇതിനകത്ത് എറോട്ടിക് പാസേജസ് 3 ഉണ്ട്, ഗംഭീരം. പക്ഷെ ഞാൻ അതിൽ വീഴാത്തതിൻ്റെ കാര്യം, ഞാൻ ഒരു 10 മാസം മുമ്പാണ് മാർക്വേസിൻ്റെ ലാസ്റ്റ് നോവൽ വായിച്ചത്, അൺടിൽ ഓഗസ്റ്റ്. അൺടിൽ ഓഗസ്റ്റ് മാർക്വേസിൻ്റെ മരണശേഷം മക്കൾ ചെയ്യരുതെന്നും അച്ഛൻ പറഞ്ഞിരുന്നതാണ്, പക്ഷെ മക്കൾ ഇറക്കി. നിങ്ങൾ വിചാരിക്കത്തില്ല, ദർ ഇസ് 7 pages of erotic brilliance. ഇന്ന് എനിക്കറിയാം ഇവിടെ പലരും തപ്പ് വരുന്നു. അൺടിൽ ഓഗസ്റ്റ് എന്നാണ് മാർക്വേസിൻ്റെ പുസ്തകത്തിന്, ഇറ്റ്സ് എ ഷോർട്ട് വർക്ക്. അപ്പം ഞാൻ വിചാരിക്കുന്നത് സാഹിത്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 രചനാ സാധനങ്ങളാണ്. വൺ ഇസ് ദി ഇറോട്ടിക് ആൻഡ് വൺ ഇസ് ദ ഹ്യൂമൻസ്. നമ്മൾ ഈ സെർവാൻഡസിനെയും ചോസറിനെയും ഷേക്സ്പിയറിനെയും ഒക്കെ വമ്പന്മാരാന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം അവർ ഹ്യൂമർ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ ആടുജീവിതം. ഞാൻ പറയും, ആടുജീവിതം ബ്ലെസ്സി അഡാപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു. ബിക്കോസ് ആടുജീവിതം വായിക്കുന്നതിനകത്തെ പ്ലേഫുൾനെസ്, കുരുത്തക്കേട്, കുസൃതിയൊക്കെ ആ സിനിമയിൽ നഷ്ടപ്പെട്ടു. ഞാൻ കിഷോറിനോട് പറയുന്നത്, കിഷോറിൻ്റെ അടുത്ത കൃതി ഹ്യൂമറിന് നല്ല പ്രാധാന്യം കൊടുത്തതായിരിക്കണമേ എന്നെൻ്റെ റിക്വസ്റ്റാണ്. അതിന് 2 ആശയങ്ങൾ എനിക്ക് കിഷോറിന് പറ്റുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. കിഷോറുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹത്തിന് ഈ അക്കാഡമിക് സോഫിസ്ട്രിയെ പറ്റി എഴുതാം. കാരണം അദ്ദേഹം അക്കാഡമിക്സിൻ്റെ അടുത്ത് ഒരുപാട് പോയിട്ടുണ്ട്. അവരുടെ ഹിപ്പോക്രസിയൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതെ, അത് എഴുതാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹി ക്യാൻ ഗോ ബാക്ക് ടു ഹിസ് റൂറൽ പീപ്പിൾ. അതിനും എനിക്കൊരു ഒന്ന് ലിങ്ക് ചെയ്യാനുണ്ട്. ഈ വാൻഗോഗ് തൻ്റെ ബ്രദറായ തിയോയ്ക്ക് സ്ഥിരം എഴുതുമായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ലെറ്റേഴ്സ് ടു തിയോ. അപ്പോൾ എഴുതുന്ന എല്ലാം തിയോയുടെ കാശ് മേടിക്കാൻ വേണ്ടിയാണ്.
പക്ഷെ എഴുതുന്നതിനകത്ത് കാശ് കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഇന്ന ചിത്രത്തിനെ പറ്റി ഗാഠമായ രചനയിലാണെന്ന് എഴുതും തിയോയ്ക്ക് ഇത് കിട്ടാൻ. അപ്പൊ അദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ലെറ്റർ ഉണ്ട്, പൊട്ടറ്റോ ഈറ്റേഴ്സ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പറയുന്നത് ഞാൻ പൊട്ടറ്റോ ഈറ്റേഴ്സിനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എന്ത് ചെയ്തിട്ടും അതിനൊരു പെസൻസ് ആണെന്ന് തോന്നുന്നില്ല ഈ പൊട്ടറ്റോ ഈറ്റേഴ്സ്. സോ ഞാൻ പ്രൈമറി കളേഴ്സ് കുറെ കുറച്ചു. പിന്നെ ഞാൻ കുറെ നീല, എൻ്റെ നക്ഷത്രങ്ങൾ മഞ്ഞ നക്ഷത്രങ്ങൾ ആ നീല ഞാൻ കുറച്ചു. കട്ടിലിൻ്റെ അവസാനം അത് പെസൻസ് ആയി മാറി. അപ്പം ഈ വേണ്ടാത്തത് കളയാനുള്ള ഒരു കഴിവാണ് സാഹിത്യത്തിന്റെ പ്രത്യേകത എന്ന് ഞാൻ വിചാരിക്കുന്നു. കിഷോർ ഈ നോവൽ നേടിയിരിക്കുന്നതും ആ ഒരു കിഷോറിന്റെ ഭാഷ കൊള്ളാം, ഈ വളരെ വേഗത്തിൽ വായിക്കാനുള്ള ഇത്. പിന്നെ വീണ്ടും ഒന്ന് ആലോചിച്ച് പറഞ്ഞു, കിഷോറിന്റെ ഒരു വലിയ വിജയമായിട്ട് എനിക്ക് തോന്നിയത് ഹീസ് ബീൻ ഏബിൾ ടു merge ഹിസ് ലാൻഡ്സ്കേപ്പ് വിത്ത് ഹിസ് മൈൻഡ്സ്കേപ്സ്. അത് ഒരു നേട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കിഷോർ ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. ചില പാസേജസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ചിലർ പറയാറുണ്ട് വേർഡ്സ്വർത്തിന്റെ 154 സോണറ്റിനകത്ത് പല സോണറ്റ്സും ഷേക്സ്പിയറിന്റെ ട്രാജഡീസിൽ അദ്ദേഹം എഴുതാനിരുന്ന സോളിലോക്വീസിൽ നിന്ന് മാറ്റിയതാണെന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് ഇത്രയും സോണറ്റ്സ് വന്നത്, കാരണം അത്ര ഗംഭീരമായ സാധനങ്ങൾ വേണ്ട അവിടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്നത് കിഷോറിന്റെ ചില പാസേജൊക്കെ വായിക്കുമ്പോൾ ഹി ഹാസ് ദിസ് ടാലന്റ് ഫോർ പോയിട്രി. അപ്പം അടുത്തത് കിഷോറിൻ്റെ ഒരു കവിതാ സമാഹാരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ വീണ്ടും ഒരു തവണ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്നെ വിളിക്കണ്ട, കാരണം എപ്പോഴും അത് വിജയിക്കണമെന്നില്ല. എന്നാലും ഇതിപ്പം ഒരു കാർത്തിക നക്ഷത്രക്കാരൻ കൂടെ ഉണ്ട് എന്ന്. ഇത് ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗാ.